പറയുന്നതിന് ഞാൻ മിണ്ടാതെ ഏറാമൂളിയായിരുന്നു കൊണ്ടാ ഹരി ഇങ്ങനെയായി പോയത്. കൈ തീർത്ത് ഒരെണ്ണം കൊടുക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല. അത് കഴിഞ്ഞ അതിന്റെയും കൂടി ഞാൻ സഹിക്കണ്ടേ? ഇതാവുമ്പോ പറയുന്നുകൊണ്ട് നമുക്കെങ്കിലും ഒരു മനസ്സുഖമുണ്ട്. ഇനിയിപ്പോ വൈജയുടെ കാര്യം എങ്ങനെ? അവളെ അങ്ങോട്ട് വിടണ്ടേ? അതിനിപ്പോ അവളോട് ആദ്യം സംസാരിക്കണം. എന്താണ് അവളുടെ പ്ലാൻ എന്നറിയാലോ. അലീന പോകുമ്പോ അങ്ങോട്ട് പോകുന്നുള്ള തീരുമാനത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടോന്നറിയണ്ടേ? അതിന് മാറ്റം കാണത്തൊന്നുമില്ല. വൈജിയോട് ഒന്ന് സംസാരിക്കാം, വെച്ച് താമസിപ്പിക്കണ്ട. നമ്മൾ സംസാരിക്കുന്നതിൽ ഡിലേ വന്നതിന്റെ പേരിൽ ഇനി പ്രശ്നമാവണ്ട. അത് സാരമില്ല, നമുക്ക് സംസാരിക്കാം. ഇപ്പൊ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല. കമല ഇപ്പൊ അങ്ങോട്ടല്ലേ പോയത്. അവരത് പറഞ്ഞു തീർത്ത് ആഘോഷിക്കട്ടെ. അതിനുവേണ്ടി ഇപ്പൊ ചാടിത്തുള്ളി അങ്ങോട്ട് പോയേക്കുന്നേ. ശരി, അത് ഞാൻ ഓർത്തില്ല. വൈജയ്, കമല കടപ്പാട്ടൂരേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അലീന അവിടുന്ന് പോയെന്ന് കൃഷ്ണമോള് പറഞ്ഞെന്ന്. അവൾ അങ്ങനൊന്നും പോകുന്നവളല്ല ഗംഗേട്ടാ. പോയല്ലോ, എല്ലാം പാക്ക് ചെയ്ത് എല്ലാരോടും യാത്ര പറഞ്ഞു പോയെന്ന് കൃഷ്ണമോളാ പറഞ്ഞത്. അതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. പഠിച്ച കള്ളിയല്ലേ. ഇതിനു മുമ്പും എത്ര പ്രാവശ്യം പോയതാ അവള്. അപ്പോഴെല്ലാം തിരിച്ചു വന്നു. അവക്ക് അങ്ങനെ കടപ്പാട്ടൂര് വിട്ട് പോവാനൊന്നും പറ്റത്തില്ല. സുഖം പിടിച്ച് ശീലിച്ചു പോയി. എന്നാ സുഖം? എന്നാ സുഖാടി അവൾ അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നേ? അവിടുത്തെ ജോലി ചെയ്ത് ആ പിള്ളേരെ നോക്കുന്നതോ? പിള്ളേര് പാല് കുടിക്കുന്ന കുഞ്ഞുങ്ങളല്ലേ. മലവും മൂത്രവും എടുക്കണം, എണ്ണ തേപ്പിക്കണം, കുളിപ്പിക്കണം, വാരി കൊടുക്കണം. എടി അവൾ ആ വീട്ടിൽ നിന്ന് പോയെന്ന്. എവിടെ പോയാലും അവള് തിരിച്ചു വരും ശിവേട്ട. ഇവിടെ വന്ന് നിന്നോട് യാത്ര പറഞ്ഞില്ലേ? അമ്മയോടും ഞങ്ങളോടും പറഞ്ഞിട്ടാ പോയത്. ബാലേന്ദ്രൻ കൂടെ പോയല്ലേ? ബാലേന്ദ്രൻ അവളെ കൊണ്ടുവിടാൻ പോയതല്ലേ? വളരെ അത്യാവശ്യമാണല്ലോ. പിരിഞ്ഞു പോകുന്ന വീട്ടു ജോലിക്കാരിയെ കാറിൽ കയറ്റി ഇനി അവള് ജോലിക്ക് നിൽക്കുന്ന വീട്ടില് എത്തിച്ചു കൊടുക്കാന്നുള്ളത്. ബാലേന്ദ്രന്റെ കൂട്ടില്ലാതെ അവൾ എങ്ങോട്ടും പോവില്ല. നിന്നോട് എന്താ ഞാൻ പറയേണ്ടത്? നീ കണ്ണു അടച്ച് ഓരോന്ന് സങ്കല്പിക്കും, എന്നിട്ടത് സത്യമാണെന്ന് വിശ്വസിക്കാം. ബാലേന്ദ്രൻ തിരിച്ചു വരുമോന്ന് നോക്കാം, എന്നിട്ട് എന്നെ കുറ്റം പറഞ്ഞാൽ മതി. അയാൾ ആ മക്കളെയും വീടും ബിസിനസ്സും ഒക്കെ വിട്ടിട്ട് അലീനയും കൊണ്ട് കടന്നു കളഞ്ഞെന്നാണോ വിചാരം? എങ്ങട്ടാ? ഞാനിപ്പോ ബാലേന്ദ്രനെയും അവളെയും വിശ്വസിച്ച് ഈ വീട്ടിൽ നിന്ന് കടപ്പാട്ടൂര് പോയി താമസിച്ചു എന്നിരിക്കട്ടെ. അവര് രണ്ടുപേരും ഏതെങ്കിലും ഹോട്ടലിലോ റിസോർട്ടിലോ 3-4 ദിവസം താമസിച്ച് തിരിച്ചു വന്നാലോ? അപ്പൊ ഞാനാരായി? നീ ആദ്യം നിന്റെ മക്കളെ വിളിച്ച് ചോദിക്ക്, അലീന പോയതാണോ അല്ലയോ എന്ന്. അവർക്കറിയാലോ. ഇത്രയും കാത്തില്ലേ ശിവേട്ട? 2 ദിവസം കൂടെ നോക്കാം. എടി, ബാലചന്ദ്രൻ ഇല്ലാത്തപ്പോ അവിടെ ചെന്ന് കയറണം. അതാണ് ബുദ്ധി. ആരും നിന്നെ എതിർക്കാനില്ല. അത് ശരിയാ. ബാലേന്ദ്രൻ ഉള്ളപ്പോ നീ അങ്ങോട്ട് ചെന്നാൽ അയാൾ വീട്ടിൽ കയറരുതെന്ന് വിലക്കിയാലോ? ഇപ്പോഴാണെങ്കിൽ ഒരു കുഴപ്പമില്ല.
person you are calling is not answering. ഹലോ അമ്മേ. നിനക്ക് വിളിച്ച ഫോൺ എടുക്കാൻ വയ്യേ? നിന്റെ കൈ ഒടിഞ്ഞു കിടക്കണോ? അമ്മ എന്താ വിളിച്ചെന്ന് പറ. എന്താടി നിനക്കൊരു സുഹിക്കായ്മ? നിന്നോട് ആദ്യം ചോദിച്ചതിന് ഉത്തരം പറ. ഞാൻ വിളിക്കുമ്പോ എന്താ നിനക്ക് എടുക്കാൻ എത്ര മടി? എനിക്ക് ഫോൺ എടുക്കാൻ മൂഡില്ലായിരുന്നു, അത്രേ ഉള്ളൂ. അതെന്താ നിനക്ക് ഇത്ര മൂടില്ലായ്മ? നിന്റെ ആരെങ്കിലും ചത്തോ? അതോ നിനക്ക് നിന്റെ അമ്മയുടെ ഫോൺ എടുക്കാനുള്ള സൗകര്യം ഇല്ലേ? നിന്റെ നാവിറങ്ങിപ്പോയോ? ഓ, നിനക്കിന്ന് മൗനവ്രതമായിരിക്കുമല്ലോ. നിന്റെ ചേച്ചി നാട് വിട്ടല്ലോ, അതിന്റെ വിഷമത്തിലായിരിക്കും അല്ലയോ? ആണെങ്കി അമ്മയ്ക്ക് എന്താ? അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഞാൻ ആരെ ശല്യം ചെയ്യാതെ എന്റെ മുറിയിലിരിക്കുക. എന്റെ കണ്ണീര് കുറച്ചൊന്നുമല്ല ആ ഏരണം കെട്ടവൾ ഒറ്റ ഒരുത്തി വീഴ്ത്തിയത്. ഇത് പറയാനാണോ അമ്മ ഇപ്പൊ എന്നെ വിളിച്ചത്? അമ്മയുടെ ഈ ദുഷിപ്പ് കേൾക്കാൻ വയ്യാത്തോണ്ടാ ഞാൻ ഫോൺ എടുക്കാത്തത്. ഞാൻ പറയുന്നത് ദുഷിപ്പ്, ബാക്കിയുള്ളവര് ചെയ്യുന്നതും പറയുന്നതും നല്ലത്. അല്ലേലും എന്റെ മക്കൾക്കും ഭർത്താവിനും ഞാനാണല്ലോ ദുഷിപ്പ്. എന്റെ കുടുംബം തട്ടിയെടുക്കാൻ നോക്കുന്നവള് നിങ്ങൾക്ക് നന്മയുടെ നിറകുടം. ഇപ്പൊ അമ്മയുടെ പ്രശ്നം എന്തുവാ? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെങ്കിൽ ഞാൻ വെച്ചോട്ടെ. എനിക്ക് പറയാനുണ്ട്. അവൾ ആ അലീന കുടുംബത്തിൽ നിന്ന് ഇറങ്ങിയാലേ ഞാൻ തിരിച്ച് കടപ്പാട്ടൂർ കൊള്ളൂന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടോ? അമ്മയുടെ ആവശ്യം പോലെ തന്നെ ആ പാവ ഇവിടുന്ന് പോയി പോരെ. അയ്യോടാ, ഒരു പാവം. അവളുടെ കയ്യിലിരിപ്പിന്റെ ഗുണം കൊണ്ടാ അവക്ക് പോയേണ്ടി വന്നേ. എന്നെ കൊണ്ട് അധികം പറയിപ്പിക്കലേ നീ. എന്നായാലും അമ്മയ്ക്ക് ബുദ്ധിമുട്ടായിട്ട് അലിന ചേച്ചി വരത്തില്ല. അതാണല്ലോ അമ്മയുടെ ആവശ്യം. അവളോ? അവളുടെ കാര്യത്തിൽ എനിക്ക് യാതൊരു വിശ്വാസവും ഇല്ല. അവളുടെ സകലവിധ സാധനങ്ങളും തൂത്തുപറക്കിയാണോ പോയത്? അതെ. ഇനി അമ്മയ്ക്ക് വിശ്വാസം വരണമെങ്കിലേ ഇവിടെ ഒന്ന് നോക്ക്. ഇവിടുന്നേ അലീന ചേച്ചി ഇറങ്ങാൻ നോക്കിയിരിക്കുവായിരുന്നല്ലോ. ഇറങ്ങുവാ ഞാൻ. ഉടനെ തന്നെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് വരും. വരുമ്പോ അവിടെ എന്തെങ്കിലും സാധനം കണ്ട തൂത്തുകൂട്ടിയിട്ട് കത്തിക്കും ഞാൻ. അമ്മയ്ക്ക് എന്ത് വേണമെങ്കിലും ചെയ്തോ. ആട്ടെ, അവൾ എങ്ങോട്ടാ പോന്നേന്ന് പറഞ്ഞു? കുളത്ത് പുഴയോ മറ്റാന്ന് തോന്നുന്നു. അല്ല, അമ്മ എന്തിനാ അറിയുന്നേ? അമ്മയുടെ ശത്രു പോയില്ലേ, അത് മാത്രം അറിഞ്ഞാ പോരെ? അയ്യോ, ചുമ്മാ ചോദിച്ചാന്നേ. എവിടെങ്കിലും പോട്ടെ, നാശം പിടിച്ചവൾ. അവിടെ പോയി കിടന്ന് അനുഭവിക്കുമ്പോ മനസ്സിലാവും ഇവിടെ എന്ത് സുഖമായിട്ടാ കിടന്ന് നെകളിച്ചേന്ന്. അത് അമ്മ പറഞ്ഞത് സത്യമാണ് കേട്ടോ. എന്തൊരു സുഖമായിരുന്നു അലിന ചേച്ചിക്ക് ഇവിടെ. എന്താടി അതിലൊരു പുച്ഛം? അമ്മ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് സമാധാനായിട്ട് ഇരിക്കാൻ ഒരു ദിവസമെങ്കിലും പറ്റിയിട്ടുണ്ടോ ആ പാവത്തിന്? അമ്മ ഇവിടെ നിന്ന് പോയിട്ടും ഒരു അവസരമെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്നിട്ട് ചുമ്മാതെ അങ്ങ് പറഞ്ഞാ മതി. എന്തായാലും ഇപ്പൊ പോയിടുന്നല്ല, നരകത്തെ കൊണ്ടുപോയിട്ടാലും അമ്മയുടെ കൂടെ നിൽക്കുന്നേക്കാട്ടും സുഖവും സമാധാനവും അലീന ചേച്ചി കിട്ടും. അതെനിക്ക് ഉറപ്പാ. അവള് പോയന് നീ എന്റെ അടുത്ത് ചാടണ്ട ബബി. നീയൊക്കെ എന്നു മുതലാ എന്നോട് തിരിച്ച് സംസാരിക്കാൻ തുടങ്ങിയെന്ന് ഓർത്തു നോക്കുമ്പോ അറിയാം എന്റെ മക്കളെ അവള് നല്ലതാണോ ചീത്തയാണോ പഠിപ്പിച്ചതെന്ന്. അലീന ചേച്ചി പറഞ്ഞെന്ന ഒരു കാര്യം ഞങ്ങൾ ചെയ്യുന്നത് അമ്മയ്ക്ക് സുഖിക്കത്തില്ല. തെറ്റ് കണ്ട അത് തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാനാ അലീന ചേച്ചി ഞങ്ങൾ പഠിപ്പിച്ചത്. അല്ലാതെ തെറ്റ് കാണുമ്പോൾ മുഖം തിരിക്കാനും മിണ്ടാതിരിക്കാനല്ല. അമ്മയുടെ പ്രവൃത്തി മാത്രം തെറ്റ് കാണുന്ന മക്കൾ കൊള്ളാം, നന്നായി. ഞാൻ പറഞ്ഞല്ലോ, അമ്മയുടെ അടുത്ത് നേരത്തെ തന്നെ എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അമ്മ ഇന്ന് വരുന്നുണ്ടെങ്കിൽ അമ്മയുടെ റൂം ഞാൻ ക്ലീൻ ആക്കി തരാം. ഇനി വേറൊന്നും പറയാനില്ലെങ്കിൽ ഞാൻ ഫോൺ വെച്ചോട്ടെ. വെച്ചോ നീ എന്തായാലും. ബാക്കി ഞാൻ നേരിട്ട് വന്നിട്ട് പറഞ്ഞുതരാം. തൽക്കാലം നീ വെച്ചോ. ശരി അമ്മേ, താങ്ക് യു.
ലോക്ക് ചെയ്തിട്ടില്ല, കേറി വാ. ആ കമലയെടുത്തായിരുന്നോ? ഡോറൊക്കെ തട്ടി അവിടെ തന്നെ നിന്ന്. അല്ല വൈജേ, നീ ഇതെങ്ങോട്ടാ ഈ ബാഗൊക്കെ പാക്ക് ചെയ്ത്? കമലെടുത്തി, അതെന്നെ അങ്ങനൊരു ചോദ്യം? ഗംഗേട്ടനും ശിവേട്ടനും പറഞ്ഞു ഇന്ന് തന്നെ കടപ്പാട്ടൂർക്ക് പോകുന്നതാണ് നല്ലതെന്ന്. പിന്നെ കമലെടുത്തിയല്ലേ പറഞ്ഞു എനിക്ക് നഷ്ടപ്പെട്ട അധികാരം തിരിച്ചെടുക്കാൻ പറ്റിയ അവസരമാണിതെന്ന്. എന്നാലും ഇന്ന് തന്നെ ഇത്രയും തിരക്കിട്ട് പോണ്ടായിരുന്നു വൈജേ. ഇത്രയും ദിവസം നീ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? നാളെ പതിയെ അങ്ങ് പോയാ മതിയായിരുന്നു. എന്റെ കമലെടുത്തി, ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോണോന്നാ കമലെടുത്തിയുടെ മനസ്സിലിരിപ്പെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഇവിടെ വന്നത് പോലും കമലെടുത്തിക്ക് ഇഷ്ടപ്പെടാതെ എത്ര ദിവസം കമലെടുത്തിക്ക് അസുഖമാണെന്നും പറഞ്ഞു റൂമിൽ തന്നെ കിടന്നു. എന്നിട്ട് ഞാൻ പോവാണെന്ന് കണ്ടപ്പോ ഇങ്ങനെ അഭിനയിക്കണം. എന്റെ വൈജേ, ഉള്ള സത്യം പറയാലോ, നീ വന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അതെന്തുകൊണ്ടാ? നിന്നോടുള്ള സ്നേഹം കൊണ്ടാ. നിന്റെ കയ്യിലിരിക്കേണ്ട നെടുമ്പുരക്കൽ വീട് മറ്റൊരുത്തിക്ക് വിട്ടുകൊടുത്തിട്ട് നീ പിണങ്ങി ഇറങ്ങി ഇവിടെ വന്നത് എനിക്കിഷ്ടപ്പെട്ടില്ല. നീ ആയിരുന്നോ അവിടെ നിന്ന് ഇറങ്ങേണ്ടത്? അവളല്ലായിരുന്നോ? ഇപ്പൊ എന്നിട്ട് നിനക്കത് എങ്ങനെയാ ഉള്ളിൽ കയറിയത്? എനിക്ക് നീ ഇവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല എന്ന്. അതിന്റെ പുറകിലെ കാരണം എന്നതായിരുന്നു എന്ന് നിനക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവുമായിരുന്നല്ലോ വൈജയ്. ഞാൻ എന്തായാലും എന്റെ വീട്ടിലോട്ട് തിരിച്ചു പോകുന്നോണ്ട് കമലെടുത്തേക്ക് സന്തോഷമല്ലേ ഉള്ളൂ. അതത്രേ ഉള്ളൂ വൈജയ്. അവസാനം നീ അവളെ അവിടുന്ന് തുരത്തിയല്ലോ. അതിന് നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. നീ ഒട്ടും വിട്ടുകൊടുക്കാതെ പിടിച്ചു നിന്നതുകൊണ്ടാ അവൾ അവിടുന്ന് തോറ്റോടിയ. വേറെ വല്ലവരും ആയിരുന്നെങ്കിലേ കെട്ടിയോൻ പറയുന്നതും കേട്ട് മിണ്ടാതെ സഹിച്ചിരുന്നേനെ ഈ പോക്കൃത്തരമൊക്കെ. അങ്ങനെ സഹിച്ചു നിക്കണമെങ്കിലേ വൈജയന്തി അല്ലായിരിക്കണം. വിട്ടുകൊടുക്കരുത് വൈജയ്. നമ്മൾ വിട വിട്ടുകൊടുക്കരുത്. നമ്മൾ വിട്ടുകൊടുക്കുന്നു എന്ന് തോന്നുമ്പോഴാ എല്ലാവർക്കും നമ്മുടെ തലയിൽ കയറിയിരുന്നങ്ങ് നിരങ്ങാൻ തോന്നുന്നത്. അത് അച്ഛനായാലും ആങ്ങളെയായാലും ഭർത്താവാണെങ്കിലും മക്കളാണെങ്കിലും നമുക്ക് നമ്മൾ മാത്രമേ കാണത്തുള്ളൂ. അത് നീ എപ്പോഴും ഓർത്തിരുന്നോണം. നിനക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ നിന്റെ കൂടെ ഉണ്ട്. അത് നീ എപ്പോഴും ഓർത്തു വെച്ചു. എനിക്കറിയാം കമലെടുത്തി ആരൊക്കെ കാണുമെന്ന്. ആ നശിച്ചവള് വീട്ടിൽ വന്ന് കേറിയപ്പോ മുതല് ഞാൻ കണ്ടോണ്ടിരിക്കുന്നല്ലേ. എനിക്ക് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ആരൊക്കെ എന്തൊക്കെ ചെയ്തു എന്നും ചെയ്തില്ല എന്നും എനിക്ക് നല്ല ബോധ്യമുണ്ട്. അവളുടെ കാര്യം പറഞ്ഞപ്പോഴാ എത്ര തവണ ഇറക്കി വിട്ടിട്ടും ഒരു നാണോ ഇല്ലാതെ വലിഞ്ഞു കയറി വന്നോണ്ടിരുന്നവളാ. നാണോന്ന് പറഞ്ഞ സാധനേ അവളുടെ 7 അയലത്തൂടെ പോയിട്ടില്ല. ഇനി അവൾ ആ വീടിന്റെ പരിസരത്തെങ്ങാനും വന്ന കേറാൻ സമ്മതിച്ചേക്കരുത്. ഇതുപോലൊരു ഇത്തിക്കണ്ണിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത് നീ ഓർമ്മയിൽ വച്ചേക്കണം. അതെനിക്കറിയാം കമലെടുത്തി. എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവള് പിടി തരാതെ അവിടെ പിടിച്ചു തന്നല്ലേ. അവളുടെ നിഴൽവട്ടം എന്റെ വീടിന്റെ അടുത്ത് എങ്ങും വീഴത്തില്ല. വീഴാൻ ഞാൻ സമ്മതിക്കത്തില്ല. അതൊക്കെ പറയുന്ന നേരത്ത് പറയാൻ വൈജയ്. ബാലചന്ദ്രനും നിന്റെ പിള്ളേരും അത്ര സന്തോഷത്തോടെ അല്ല അവളെ വിട്ടേക്കുന്നത്. അതുകൊണ്ട് തന്നെ ചിരിച്ചോണ്ട് അവള് കേറി വന്ന 2 കൈ നീട്ടി സ്വീകരിക്കും നിന്റെ കെട്ടിയോനും മക്കളും. അതിനെ ഈ വൈജയന്തി മരിക്കണം കമലെടുത്തി. ഇനി അവൾ ആ വീട്ടില് കാലുകുത്തില്ല. ഇത് വൈജയന്തിയുടെ വാക്ക്. അത് കേട്ടാ മതി വൈജയ്. എനിക്ക് ഞാൻ ഇത്രയൊക്കെ ചെയ്യുമ്പോ വേറെ ആരും കെട്ടിക്കൊണ്ട് കുടുംബത്തെ കയറ്റാതിരുന്നാ മതിയായിരുന്നു. അത് മാത്രമേ എനിക്ക് പേടിയുള്ളൂ. അത് നീ എനിക്കിട്ടൊന്ന് ഊതിയതാണല്ലോ വൈജയ്. മനുവിന്റെ കാര്യമല്ലേ നീ ഉദ്ദേശിച്ചത്? ഊതിയതൊന്നും അല്ല. അതും പേടിക്കേണ്ട കാര്യം തന്നെയാ. ഞാനൊന്ന് ഓർമ്മിപ്പിച്ചേ ഉള്ളൂ. ഞാൻ ഇവിടെ ഉള്ളപ്പോ അത് നടക്കുകയില്ല വൈജയ്. മനുവിനോടും ശിവേട്ടനോടും ഞാനത് പറഞ്ഞിട്ടുമുണ്ട്. ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം അത് സമ്മതിക്കുകയില്ലെന്ന് അവർക്ക് 2 പേർക്കും നല്ല വ്യക്തമായിട്ട് അറിയാം. ഇതൊക്കെ തന്നെയായിരുന്നു എന്റെയും വിശ്വാസം. പറഞ്ഞിട്ടെന്താ കാര്യം? എന്തായാലും പോവാൻ വേണ്ടി പാക്ക് ചെയ്തതല്ലേ, പോക്കിന് വേണ്ടാന്ന് വെക്കണ്ട.
വേഗം ബാക്കി കൂടെ പാക്ക് ചെയ്തു. ഞാൻ ഏകദേശം പാക്ക് ചെയ്തൊക്കെ കഴിഞ്ഞു. ഇനി അധിക നേരം ഇവിടെ നിക്കണ്ടാന്ന് ഞാനും ഓർത്തു. അതാവുമ്പോ ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ, അല്ലേ കമലെടുത്തി? അത് ശരിയാ, ഒരു കുഴപ്പവും ഉണ്ടാവാതിരിക്കുന്നതാണല്ലോ നല്ലത്. ശരി ശരി, ഞാനെന്നാ റെഡിയായിട്ട് ഇപ്പൊ തന്നെ അങ്ങ് ഇറങ്ങിയേക്കാം. ഉം. കമലെടുത്തി, ആ, എന്തായാലും പെട്ടെന്ന് ഇറങ്ങുകയാണല്ലോ, ഒരു ചായ കിട്ടൂ. ചായയോ? ഗ്യാസ് ഉണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. അല്ല, ഗ്യാസ് തീർന്നു പോയെന്നൊരു സംശയം. ആ ശരി കമലെടുത്തി, ഗ്യാസ് ഉണ്ടെങ്കിൽ മതി. ഉം. അമ്മേ, എന്നെ എഴുന്നേപ്പിച്ചടി. ആ. ഒരേ കിടപ്പ് കിടന്നിട്ടേ പുറം പൊട്ടുന്ന പോലെ അങ്ങ് തോന്നുവാ. കാലിനാണെങ്കി അങ്ങ് മരവിപ്പാ. അമ്മയ്ക്ക് ഇന്ന് ഇത്തിരി ക്ഷീണമാണല്ലോ. ഓരോ ദിവസം കൂടി കൂടി വരികയല്ലേ, ഇനിയുണ്ടോ കുറയാൻ പോകുന്നു. എഴുന്നേറ്റ് നടക്കാറായതാ. അമ്മയുടെ മടി കാരണോ? ഇല്ലെങ്കി ഇപ്പൊ സുഖമായിട്ട് നടക്കായിരുന്നു. അമ്മയ്ക്ക് എവിടെങ്കിലും ചുരുണ്ട് കിടന്നാ മതി. എഴുന്നേറ്റ് നടന്നിട്ട് എന്തിനാ? അമ്മയ്ക്ക് എവിടെയെങ്കിലും പോയി കിടക്കാൻ മേലായിരുന്നു. എന്നാത്തിനാ ഇങ്ങനെ ശുദ്ധി തിരിയുന്നെന്നും ബാക്കിയുള്ളവരെ കൂടി ചോദിപ്പിക്കാനും. ആവശ്യമില്ലാത്തടത്ത് കയറി ചെല്ലുമ്പോഴല്ലേ അങ്ങനത്തെ ചോദ്യം. അമ്മയ്ക്ക് ഹാളിൽ പോയിരിക്കാം, മുറ്റത്ത് പതിയെ നടക്കാം. മനുഷ്യരോട് വർത്താനം പറയാതെ ചുമ്മാ നടന്നിട്ട് എന്നടി കാര്യം? ഞാൻ ഇതൊന്നും ചോദിക്കാനൊന്നും അല്ല വന്നേ. ഞാനിവിടുന്ന് പോവാ കടപ്പാട്ടൂരോട്ട്. ആണോ? അതെന്നെ പറ്റി ഇത്ര പെട്ടെന്ന്? അലീന എവിടുന്ന് പോയി, പിന്നെ ഞാൻ എന്നത്തിന് ഇവിടെ കിടക്കുന്നേ. അവളെ എങ്ങോട്ട് പോയി? കൊളത്തൂപ്പുഴയോ അങ്ങനെ ഏതാണ്ട് ഒരു സ്ഥലപ്പേര് പറയുന്ന കേട്ടു. അവളെ എങ്ങോട്ട് വേണമെങ്കിലും പോട്ടെ, നമുക്കെന്നാ, എവിടെങ്കിലും പോയി തൊലയട്ടെ. നിനക്കൊന്നുമില്ലല്ലേ? തിരിച്ചു വരാതിരുന്നാ മതി. ശാപം. മരത്തെ ഇത്തിക്കണ്ണി പടരുന്ന പോലെ അല്ലായിരുന്നോ എന്റെ കുടുംബത്ത് കടിച്ചു തൂങ്ങി കിടന്നത്? ഇപ്പൊ നിനക്ക് സമാധാനമായോ? ആയിട്ടില്ല. അവളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. തിരിച്ചു വരുമെന്ന് ആർക്കറിയാം? എടി, അവള് പോകുമെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. ഇനി തിരിച്ചു വരത്തില്ല. അതോർത്ത് നീ വിഷമിക്കണ്ട. എന്നോട് യാത്ര പറഞ്ഞിട്ട് അവള് പോയത്. അതൊക്കെ അവളുടെ 18ാം തടവല്ലേ അമ്മേ. സകല അടവും പഠിച്ചവളല്ലേ. നിനക്ക് മാത്രമേ ഉള്ളല്ലോ അവളെ സംശയം. നിന്റെ ആങ്ങളമാർക്കും ഇല്ല, മക്കൾക്കും ഇല്ല. അതല്ലേ അവളുടെ വിജയം. എല്ലാവരെയും വശീകരിക്കാനുള്ള കഴിവ്, അതിനവളെ ഞാൻ സമ്മതിച്ചു കൊടുത്തേക്ക്. എടി, നിന്നെ വശീകരിക്കാൻ ശ്രമിച്ചിട്ട് നടന്നില്ല അല്ലേ? അവള് പല ഉപായങ്ങളും നോക്കിയതാ. എന്നെയും കമലെടുത്തേയും മാത്രം അവക്ക് കിട്ടിയില്ല. വിഷത്തിലോട്ട് പാൽ എത്ര ഒഴിച്ചാലും അത് വിഷം തന്നെയാ, പാലായിട്ട് മാറത്തില്ല. അമ്മ ആരെ ഉദ്ദേശിച്ചാ പറഞ്ഞേ? വിഷം ആരാണോ അവരെ ഉദ്ദേശിച്ചാ പറഞ്ഞേ. എനിക്കറിയാം അമ്മയെ അവളുടെ സൈഡാണെന്ന്. അമ്മയ്ക്കൊരു കാര്യം അറിയണോ? എന്നതാ ഇത്ര വലിയ കാര്യം? അവള് പോകുന്ന പോക്കിലേ എനിക്കൊരു പാര വെച്ച് തന്നിട്ടാ പോയത്. എന്നതാണെന്ന് പറ. 23 വർഷം മുമ്പ് ആഗ്രയിൽ വെച്ച് ഞാൻ ഒരുത്തൻ്റെ കൂടെ ജീവിച്ചില്ലായിരുന്നു. അത് മറക്കരുതെന്ന്. ശരിയല്ലേ അലീന പറഞ്ഞത്? അങ്ങനെ ഒരുത്തന്റെ കൂടെ ജീവിച്ചവളല്ലേ നീ? എന്റെ അമ്മ ഒന്ന് പതുക്കെ പറ. അവള് പറഞ്ഞത് അക്ഷരം പ്രതി സത്യമാണ്. നീ അത് മറക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ നീ അത് മറന്നു. അവൾ എങ്ങനെ അറിഞ്ഞമ്മേ 23 വർഷം മുമ്പത്തെ ചരിത്രം? അന്ന് അവള് ജനിച്ചിട്ട് പോലും ഇല്ലല്ലോ. ആര് പറഞ്ഞു അവളോട്? അമ്മ പറഞ്ഞു കൊടുത്തോ? ഞാനൊരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല. പിന്നറിയാവുന്നത് എന്റെ ആങ്ങളമാർക്കാ. അവളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി അങ്ങനെ ഒരു ചതി അവരെന്നോട് ചെയ്യത്തില്ല. എടി, ആര് പറഞ്ഞാലും അവക്ക് എല്ലാം അറിയാവുന്ന മനസ്സിലായല്ലോ.
ഇനി അതനുസരിച്ച് നോക്കിയും കണ്ട് നിൽക്കേണ്ടത് നീയാ. പക്ഷേ ബാലേന്ദ്രനോട് അവളൊന്നും പറഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. പറഞ്ഞിരുന്നെങ്കിൽ ബാലേന്ദ്രൻ അപ്പൊ തന്നെ ഭയങ്കര ബഹളം ഉണ്ടാക്കി ബന്ധം പിരിഞ്ഞാനെ. പറയാതിരുന്നെങ്കിലേ അവളുടെ നന്മയാണെന്ന് മനസ്സിലാക്കിക്കോ. അവക്ക് വേണമെങ്കിലേ നിന്നെ ചൂണ്ടുവരലേ നിർത്തായിരുന്നു. അവള് പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ എല്ലാം ബാലേന്ദ്രന്റെ അടുത്ത് ചോർത്തി കൊടുക്കുമെന്ന് പറഞ്ഞു ഇല്ലേ? അങ്ങനെ ചെയ്തില്ലല്ലോ അവള്. മാന്യമായിട്ട് പിരിഞ്ഞു പോവുകയല്ലേ ചെയ്തത്. നീ അവളെ പൂവിട്ട് പൂജിക്കണം. ആ പോയല്ലോ, ഇനി സാരല്ല. ഇനിയെങ്കിലും അഹങ്കാരം കാണിക്കാതിരുന്നത് നിനക്ക് തന്നെ നല്ലത്. അവർ തമ്മിൽ ഫോൺ വിളിയൊക്കെ കാണും. നീ മര്യാദയ്ക്ക് നിന്നില്ലെങ്കിൽ അവള് ബാലേന്ദ്രന്റെ അടുത്ത് എല്ലാം പറഞ്ഞു കൊടുത്തെന്ന് വരും. അതിപ്പോ എനിക്കൊരു പേടിയായിട്ട് ചങ്കി കിടക്കുക. അവളങ്ങ് ചത്തുപോരുന്നെങ്കിൽ സമാധാനം ഉണ്ടാകും. ഉണ്ടാതിരിക്കടി ശാപം. നിന്റെ നാക്ക് പുറത്തു പോത്തേ ഉള്ളൂ. അമ്മ എന്നതിന് എന്നെ പ്രാവുന്നേ? അവളല്ലേ എന്റെ നാശത്തിന്റെ നാരായ പേര്. അവളല്ല, നിന്റെ നാശത്തിന്റെ വേര് മുഴുവൻ നിന്റെ മനസ്സ് തന്നെയാ. ഞാൻ എപ്പോഴെങ്കിലും സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്ന ഒരാളെ പറ്റി നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? വേറൊന്നുകൂടി നീ അറിയാനുണ്ട്. അതാണ് കുളത്തൂപ്പുഴയിലെ പ്ലാന്റർ. ആ സ്റ്റാൻലി ജോസഫ് ആരാണെന്ന് നിനക്ക് മനസ്സിലായി കാണും അല്ലേ? അച്ഛൻ സ്റ്റാൻലി ജോസഫിനെ കണ്ടിട്ടും എന്തു പറഞ്ഞു? അയാൾ നിന്നെ ഏറ്റെടുക്കാൻ സമ്മതിച്ചിട്ടുണ്ട്.